ഹായ് ഫ്രണ്ട്സ്, ഞാൻ ലേഖ രാധാകൃഷ്ണൻ. നമ്മൾ വിചാരിച്ചാൽ അസാധ്യമായി ഒന്നുമില്ല എന്നതിനൊരു തെളിവ് ഞാൻ പറയാം. എനിക്ക് എറണാകുളത്തായിരുന്നു ഞാൻ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത് എറണാകുളത്തായിരുന്നു. അപ്പോൾ എനിക്ക് 2 ചെറിയ കുട്ടികളുണ്ടായിരുന്നു. ഇവരെ വിട്ടിട്ട് എറണാകുളത്ത് പോകാനും പറ്റില്ല. ഹസ്ബൻഡ് ട്രിവാൻഡ്രത്താണ്, അങ്ങോട്ട് വരാനും പറ്റില്ല. ഇങ്ങനെ ആയപ്പോൾ എൻ്റെ മദറിനെ പറഞ്ഞു, ഒന്നും കൊണ്ട് നീ പേടിക്കണ്ട, ധൈര്യമായിട്ട് നീ പൊക്കോ, ഞാൻ നിൻ്റെ 2 കുട്ടികളെയും നോക്കിക്കോളാം. അമ്മ കോട്ടൺ ഹില്ലിലെ റിട്ടയർഡ് മലയാളം ടീച്ചറായിരുന്നു. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. അത്രയും നല്ലൊരു സ്നേഹനിധിയായ ഒരു മദറിലോ ആയിരുന്നു. എൻ്റെ അമ്മ നേരത്തെ മരിച്ചുപോയി, അതുകൊണ്ട് മദറിലോ ആയിരുന്നു എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കും. അപ്പോൾ ഞാൻ 10 വർഷം ഡെയിലി വേണാടില്ല തിരുവനന്തപുരം ടു എറണാകുളം പോയിട്ടുണ്ട്. അത് നിങ്ങൾക്കൊന്ന് ഓർക്കാൻ പറ്റുമോ? നമുക്ക് ഇവിടുന്ന് ഒരു അടുത്തെവിടെയെങ്കിലും ഒരു ഓഫീസിൽ പോകാൻ തന്നെ എന്ത് ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ വെളുപ്പിനെ എന്നെപ്പോലെ ഒത്തിരി പേരുണ്ടായിരുന്നു ട്രിവാൻഡ്രം ടു എറണാകുളം ഡെയിലി പോയി വരുന്നു. രാവിലെ വേണാടി പോകുന്നു, തിരികെ വേണാടി വരുന്നു. ഒന്ന് ഓർത്ത് വയ്ക്കും. പക്ഷെ രസകരമായൊരു ജീവിതമായിരുന്നു. ധാരാളം ഫ്രണ്ട്സും. പച്ചക്കറിയൊന്നും അരിയില്ല, ചിലരെ അരിയുള്ളൂ കേട്ടോ, വെറുതെയൊക്കെയാണ് ഈ പറയുന്നത് പച്ചക്കറി അരിയൊന്നും ഒക്കെ അരിയുന്നവരും കാണുമായിരിക്കാം. പക്ഷെ നല്ല രസകരവും നമ്മൾ ഹെൽത്തി ആവും. കാരണം വെളുപ്പിന് 3-3:30 തുടങ്ങുന്ന ഏറ്റമാണ്. കുളി കഴിയുന്നു, റെയിൽവേ സ്റ്റേഷനിലേക്ക് ഓടുന്നു, അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഓഫീസിലേക്ക് ഓടുന്നു. പക്ഷെ തിരികെ നല്ല രസകരമായിട്ട് ഈവൻ നമ്മളെല്ലാ ഗാർഡുകളിലും പോലും ഗാർഡുകളുമായിട്ട് നല്ല കൂട്ടായിരുന്നു നമ്മൾ. കാരണം നമുക്ക് ഒന്നുകൊണ്ട് പേടിക്കാം. നമ്മൾ ലേഡീസിൽ കയറി എല്ലാവരും ഒരു കോട്ടയം എത്തുമ്പോൾ തന്നെ നമ്മുടെ ഫുഡ് എല്ലാവരും കൂടി കൊണ്ടുവരുന്നു, എല്ലാവരും കൂടി കഴിക്കുന്നു. ഒറ്റ ഉറക്കമാണ്. പിന്നെ അവിടെ ട്രിവാൻഡ്രം എത്തുന്നവരെ ഉറക്കമാണ്. അപ്പോൾ ക്ഷീണവും ഇല്ല, തളർച്ചയില്ല. പക്ഷെ നമ്മൾ ഏത് സാഹചര്യവും നേരിടാൻ അതിൽ കൂടി സാധിച്ചു. അതാണ് ഏറ്റവും നല്ല, അതിൽ ഏറ്റവും വിജയം എന്ന് പറയുന്നതാണ്. ഏത് സാഹചര്യവും നേരിടാം. മറ്റൊരു വിഷയവുമായി നാളെ കാണാം.